അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഷെയ്ൻ നിഗത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രം. ഇതായിരുന്നു ഷെയ്ൻ നിഗത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള ബൾട്ടി. ഇത് തമിഴ് മലയാളം ബൈലിംഗൽ. പുള്ളിയുടെ ലാസ്റ്റ് പടം ഇറങ്ങിയിട്ട് എത്ര നാളായി? പുള്ളിയുടെ ലാസ്റ്റ് പടം ഏതായിരുന്നു? അല്ലല്ല, കുറച്ചായിട്ട് പുള്ളി ഇങ്ങനെ പടങ്ങളൊന്നും ഇടയ്ക്ക് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, പ്രൊഡ്യൂസേഴ്സിൻ്റെയും കുറച്ച് ഇഷ്യൂ ഒക്കെ ആയിട്ട്. വെയിലാണ് ഇഷ്യൂ വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഒരു ഫ്രീക്വന്റ് റിലീസ് RDX കഴിഞ്ഞ് പുള്ളിക്ക് 3 റിലീസ് ഉണ്ടായിരുന്നു. വേല, ലിറ്റിൽ ഹാർട്സ്, പിന്നെന്തായിരുന്നു മദ്രാസക്കാരൻ തമിഴാണ്. അല്ലല്ല, അത് ഒരു തമിഴ് പടം, മദ്രാസക്കാരൻ തമിഴ് പടം. അപ്പോൾ നമുക്ക് ബൾട്ടിയുടെ മലയാളം ട്രെയിലറാണ് നമ്മൾ കാണുന്നത്. അവർ പറയും എന്താണ് കേൾക്കാൻ. സന്തോഷ് ഗുരുള സ്കോർപ്പിയൻ കിക്ക്. അതായത് ബൾട്ടി എന്ന് വെച്ചാൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നില്ല, അന്തർ ബൾട്ടി എന്ന് കേട്ടിട്ടുണ്ടോ? നല്ല പരിചയം ഉണ്ടല്ലോ. പൂർണിമ ആരാന്ന് പറഞ്ഞില്ലേ? പുത്രൻ. സെൽവരാമൻ. വിമലിനെയായി റോള്. സായി അഭയങ്കർ. സായി അഭയങ്കറിന്റെ പാട്ട്. അത് കൊള്ളായിരുന്നല്ലേ. അലക്ഷ്യ പുള്ളിക്ക് വേണ്ടിയാണ്. ഉണ്ണി ശിവലിംഗം. ഇത് മാറ്റല്ല, താറാണ്ട്. ഇത് മറ്റേ കബഡി പ്ലസ് ആക്ഷൻ പടം. മ്യൂസിക് വഴി സായി അഭയങ്കർ ഇന്നായതായിരിക്കുമല്ലോ, അല്ലെങ്കിൽ സായി അഭയങ്കർ ആദ്യം സൈൻ ചെയ്ത പടം. ഇത് കഴിഞ്ഞിട്ട് ഉണ്ണി ശിവലിംഗം ഫസ്റ്റ് പടമാണെന്ന് തോന്നുന്നു. പേര് കേട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു തമിഴ് ടച്ച് ഇല്ലേ? അതറിയില്ല. പടം ചെയ്തിരിക്കുന്നത് തമിഴും തെലുങ്കും, തമിഴും മലയാളം ബൈലിംഗിലാണ്. അതെ, ഫുൾ കഥ നടക്കുന്ന മോഡേൺ ആണോ സെറ്റ് ചെയ്യുന്നത്? അതെ, അൽഫോൺസ് പുത്രനുണ്ട്, സോഡ ബാബു. അതെ, പുള്ളിക്കാരി ആക്ച്വലി ഇതിനിടയ്ക്ക് ഒരു പടം ചെയ്തായിരുന്നു, ഒറ്റമുറി എന്തായിരുന്നു, അങ്ങനെ ഒരു കട്ടിൽ ഒരു മുറി, അങ്ങനെ എന്തൊരു പടം ചെയ്തായിരുന്നു. അതൊക്കെ ഈ മറ്റേ അവാർഡ് ടൈപ്പ് പടമാണ്. ഇടയ്ക്ക് ഇങ്ങനെ വളരെ റെയർ ആയിട്ട് അവർ ചെയ്യുന്നുള്ളൂ. ഇതില് ആൾക്കാരുടെ ലുക്കും പരിപാടിയൊക്കെ ഉള്ളത്. ഇതൊരു രസമുണ്ട്. ഒരു അടിപ്പടം, മറ്റേ പണ്ട് തമിഴ് നമ്മുടെ തമിഴ് പടത്തിന്റെ ഒരു വൈബുണ്ട് ഇങ്ങനെ. ഇപ്പൊ ഇതില് എനിക്ക് തോന്നുന്നത് ഈ കബഡി മത്സരം പ്ലസ് ഇവര് കുറച്ച് ആ നാട്ടിലെ കുറച്ച് അലമ്പ് പിള്ളേര് എന്നിട്ട് ഗില്ലി വൈബിനേക്കാൾ എനിക്ക് കുറച്ചുകൂടെ ഗില്ലി വൈബിനേക്കാളേ മറ്റേ ഏത് പടം മനസ്സിലായിരുന്നു എനിക്ക് തോന്നുന്നു, ആടുകളൊക്കെ ഇല്ലേ? അതായത് അവിടെ ഒരു മത്സരമുണ്ട്, പക്ഷെ അതേ സമയത്ത് അതിനോട് ചേർന്നൊരു കൊമേഴ്ഷ്യൽ പടം. അങ്ങനെ കൊമേഴ്ഷ്യൽ പടം നായിക നല്ല പരിചയം തോന്നുന്നു. പക്ഷെ പ്രീതി പേര് വെച്ചിരിക്കുന്ന പ്രീതി. പക്ഷെ ഒറിജിനൽ ഫേസ് ഇങ്ങനെയല്ല തോന്നുന്നു. അല്ലല്ല, ഇതിപ്പം കരിവാരി തേച്ചതല്ല, അദ്ദേഹം വീക്കപ്പെട്ടിരിക്കുന്നതാണ്, ടാൻ ആക്കിയതാണ്. അത്രയും വെളുത്ത നായിക നമ്മൾ പ്രസന്റ് ചെയ്യുമ്പം അതേപോലെ ഒരു സ്കിന്നുള്ള ഒരാളെ കൊണ്ട് അഭിനയിപ്പിക്കുന്നതിനേക്കാളും ഫേസ് വാല്യൂ വേണമല്ലോ അവർക്ക്.
മറ്റേ പഴയ പടത്തിൽ പറയത്തില്ലേ നമുക്ക് ലുക്സ് വേണ്ടത് പറയുന്നത് ഈ മറ്റേ സൂര്യയുടെ പടത്തിൽ പൂജക്ക് മറ്റേ പൂജന്റെ ഇരുന്നൂറല്ലേ അല്ല എന്നാലും മറ്റേ ഇങ്ങനെ തോന്നുന്നു അത് ടാനെ കറക്റ്റ് ആയിട്ട് അത് അതും ഈ എല്ലാ ഷോട്ടിലും ഇപ്പൊ ക്യാമറയിൽ വരത്തില്ലടാ അത് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇപ്പൊ ഈ ട്രെയിലർ തന്നെ ആ പെണ്ണിനെ കാണിക്കുന്ന 2 ഷോട്ടിൽ 2 വ്യത്യാസമാണ് ഈ ടാന്റെ തന്നെ അത് ചേഞ്ച് ആണ് ഒറിജിനൽ അല്ല ഒറിജിനലി അത് ഇതിലും നല്ല രസമുണ്ട് അതാ പ്രശ്നം അങ്ങനെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര പ്ലാസ്റ്റിക് ഫീൽ തോന്നും ഇതാകുമ്പോൾ കുറച്ചുകൂടെ നാടൻ പെൺകുട്ടിയായിട്ട് ഫീൽ ചെയ്യിക്കാൻ വേണ്ടി ആയിരിക്കാം കമന്റ് വരും ഇത്രയും നല്ല ട്രെയിലർ ഇറക്കിയിട്ട് അവന് ടാനാണ് ഇഷ്ടപ്പെടാൻ നമ്മൾ പറയുമ്പോൾ എല്ലാത്തിനെ പറ്റി പറയാം നമ്മളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയൻസ് ഇപ്പം അങ്ങനെയാണ് അല്ലേ അപ്പോൾ അതനുസരിച്ചിട്ട് അപ്ഗ്രേഡ് ആവുക എന്നുള്ളതാണ് മലയാളം പടമാണ് മലയാള സിനിമയാണ് അപ്പോൾ അവർക്കത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മാർക്കറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ഇത് തമിഴിലും കൂടെ ഇറക്കുമ്പോൾ ഡബ് ചെയ്യാതെ ഓൾറെഡി തമിഴിൽ നിന്നുള്ള ആക്ടേഴ്സൊക്കെ വരുന്നതല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ട് തമിഴിലും ബൈലിംഗ്വലായിട്ട് അവർ ഷൂട്ട് ചെയ്ത് ഇറക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഇപ്പം ഇതിൻ്റെ ഇത് വലുതാവും മാർക്കറ്റ് കുറച്ചുകൂടെ വലുതാവുമല്ലോ ഇപ്പോൾ ഷെയ്നികത്ത് വെച്ച് ഇതിന് അത്യാവശ്യം ബജറ്റുള്ള പടമാണ് അപ്പോൾ അത് ഷെയ്നികത്ത് വെച്ച് ചെയ്യുമ്പോൾ മലയാളത്തിൽ മാത്രമാണെങ്കിൽ അവർക്കത് എന്താ പറയുക പ്രോഫിറ്റബിൾ ആവാനുള്ള ചാൻസ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് മാർക്കറ്റ് വലുതാക്കാൻ ഇതിന്റെ ടോൺ കുറെ കൂടെ തമിഴ്നാട്ടിൽ കുറെ കൂടെ പിന്നെ അതുപോലെ പുള്ളി മദ്രാസക്കാരൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്ത് തമിഴന്മാർക്കും പുള്ളിയെ അത്യാവശ്യം അറിയാമല്ലോ പരിചയമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അറിയില്ല എൻ്റെ. അപ്പോൾ ബൾട്ടി ഷെയ്നികത്തിന്റെ ഷെയ്നികത്തിന്റെ കമ്പാക്കിനില്ലല്ലോ, പുള്ളി പോയില്ലല്ലോ, പുള്ളി ഉണ്ടല്ലോ. അതെ മിസ്സിംഗ് ആണ്. മിസ്സിംഗ് ഇൻ ദ സെൻസ് എനിക്കൊന്ന് പടങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ശ്രദ്ധിക്കപ്പെടുന്ന പടങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഷെയ്നികത്തിന് തിരിച്ചൊരാവട്ടെ അല്ലേ. സെപ്റ്റംബർ 26-ാം തീയതിയാണ്. അപ്പം 25-ാം തീയതി 2 പടം കരവും ഓജിയും, പിന്നെ 26-ാം തീയതി ബൾട്ടി. അതെ, കുറച്ച് രസമുള്ള പരിപാടിയായിരിക്കും. തിയേറ്ററിൽ ആൾ കയറുന്ന കുറച്ച് പടങ്ങൾ വരുന്ന സമയമാണ്. ക്രൂഷ്യലല്ല, അതെ അതെ.